നമസ്കാരം. മലയാള സിനിമയിൽ ഇപ്പോൾ വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. അതെ, മലയാള സിനിമയിൽ ഇവിടെ ഉയർന്നു കേട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പരാതി എന്ന് പറയുന്നത് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് അതുവഴി അഭിനേത്രികൾക്കും വലിയ പ്രാധാന്യമില്ല എന്നതാണ്. 10 സിനിമ ഇറങ്ങുമ്പോൾ അതിൽ 2 സിനിമയിലാണ് യുവ നായിക കഥാപാത്രങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് എന്നതാണ്. മേൽപ്പറഞ്ഞ പരാതിക്ക് പരാതിയിൽ കാര്യമുണ്ട് എന്ന് അർത്ഥം. ഈ പരാതിയുടെ അകത്ത് അമ്മായി കഥാപാത്രങ്ങളെ ഇരുന്ന് മാറ്റി നിർത്തുക ചെയ്യുന്നത്. സ്ത്രീ കഥാപാത്രങ്ങളുടെ അഭാവത്തെ വിമർശന വിധേയമാക്കുന്നത് ഈ ഒരു കാര്യം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അമ്മായിയെയും ഒഴിവാക്കുക. ഈ വിമർശനത്തിനകത്ത് യഥാർത്ഥത്തിൽ പാരമ്പര്യമായി തന്നെ നാം കൊണ്ടു നടക്കുന്ന ഒരു ധാരണയാണ്. അത് നായകനാണെങ്കിലും നായിക, നായികയാണെങ്കിലും ഒരു നായകൻ, അവർ ബന്ധം കൊണ്ട് കാമുകനോ കാമുകിയോ ആയിരിക്കുക, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് ആയിരിക്കുക, അവർ ആടുകയും പാടുകയും ചെയ്യണം. നായികയാണെങ്കിൽ ഇടയ്ക്കിടെ വന്ന് നായകൻ്റെ വ്യക്തിത്വത്തിലെ ചില പ്രത്യേകതകൾ പ്രത്യക്ഷപ്പെടുത്തി പോവുക, ആവശ്യം വരുമ്പോൾ കരയുക. നായകൻ അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ ഒരു പ്രധാന കാരണം നായിക ആയിരിക്കുക തുടങ്ങിയ ഒരു വാർപ്പ് മാതൃകയിലാണ് മലയാള സിനിമ ഇതുവരെ പോയത്. പുതിയ കാലത്തെ സിനിമ ഈ വാർപ്പ് മാതൃകകളെ പൊതുവെ തള്ളിക്കളഞ്ഞു. അതിൻ്റെ കൂടി ഒരു കാരണമായിരിക്കണം ഈ യുവനായിക അഭാവം എന്ന് പറയുന്നത്. ഒരു ഉദാഹരണമായ റാഹേൽ മകൻ കോര എന്നൊരു ചിത്രമുണ്ട്. കോര എന്ന നായകന് ഒരു നായികയുണ്ട്, ഒരു ടിപ്പിക്കൽ നായിക. പക്ഷെ ചിത്രത്തെ ആകെ നയിക്കുന്ന നായിക റാഹേൽ എന്ന അമ്മയാണ്. ഒരു സൂചന എന്ന നിലയ്ക്കാണ് ഈ ചിത്രത്തെ ഉദാഹരിച്ചത്. ചിത്രത്തിന്റെ നന്മകളെ കുറിച്ചൊന്നും പറയുന്നില്ല. നായകനൊപ്പം ലീഡ് ചെയ്ത് അയാളുടെ ഭാര്യ അല്ലെങ്കിൽ കാമുകി ആയിരിക്കണം നിർബന്ധം സിനിമ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറയാനാണ് പറയുന്നത്. പൊതുവെ ന്യൂ ജനറേഷൻ എന്ന് പറയാവുന്ന ചിത്രങ്ങളിൽ ഈ ഒരു പ്രവണതയുണ്ട്. അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ സിനിമ എന്ന പ്രയോഗം തന്നെ കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ആണ്. കാരണം ഉള്ളടക്കത്തിൽ അവ മാമൂൽ സിനിമകളുടെ പാരമ്പര്യ വഴി തന്നെയാണ് പിന്തുടരുന്നത്. തരള മനസ്സുകളെ തൃപ്തിപ്പെടുത്തുന്ന ശുഭ പര്യവസായിത്വം എന്ന് അവയും പിന്തുടരുന്നുണ്ട്. കുടുംബ ഭദ്രതയെ ഊട്ടിയുറപ്പിക്കുന്ന കഥാഘടന തന്നെ സ്വീകരിക്കുന്നു. ആവിഷ്കാരത്തിൽ അല്ലെങ്കിൽ ക്രാഫ്റ്റിൽ പ്രാദേശികമായ തനിമകളെ ഉൾച്ചേർത്താണ് ഇവയിലൊക്കെ പുതുമയുണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ ആത്യന്തികമായി ഇത്തരം സിനിമകൾ മുന്നോട്ട് വെക്കുന്ന ആശയം കുടുംബത്തിൻ്റെ ഭദ്രത തന്നെയാണ്. ഇത് പഴയ സിനിമയുടെ അതേ വഴിയാണ്. തനിമയും വ്യക്തിത്വവും ആർജവുമുള്ള സ്ത്രീകൾ പൊതുവെ കുടുംബത്തിന് ചേർന്നതല്ല എന്ന പൊതുബോധം ഒന്നാം സിനിമ മുതൽ മലയാള സിനിമയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രകീർത്തിക്കപ്പെടുന്ന പല ബോൾഡ് ക്യാരക്ടറുകളുടെയും ആന്തരിക സ്വത്വം എന്ന് പറയുന്നത് സഹനശക്തിയും ക്ഷമയും അവസാനം പാട്രിയാർക്കി കൊണ്ട് സന്ധി ചെയ്യുകയും ചെയ്യുന്നത് തന്നെയാണ്. കരുത്തുള്ള ആണ്, കയ്യൂക്കുള്ള ആണ് എന്ന സങ്കല്പം മാറിയിരിക്കാം. പക്ഷേ ആണത്തത്തെ അതല്ലെങ്കിൽ പാട്രിയാർക്കിയെ ആന്തരവൽക്കരിച്ച രാഷ്ട്രീയ സ്വത്വമാണ് ഇത്തരം സിനിമകളിലെ സ്ത്രീകൾ ഉൾക്കൊള്ളുന്നത്. ഈ സിനിമകളെയാണ് നമ്മൾ ന്യൂജൻ എന്ന് വിശേഷിപ്പിക്കുന്ന അന്തരീക്ഷത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നത്. മലയാള സിനിമയുടെ ചരിത്രം ആരംഭിക്കുന്നതന്നെ അതിൻ്റെ ആദ്യ നായികയെ നാട്ടിൽ നിന്ന് ഓടിച്ചുകൊണ്ടാണ്. അക്ഷരാർത്ഥത്തിൽ ഓടിച്ചുകൊണ്ടാണ്. രാജം എന്ന PK റോസിയെ തൻ്റെ സിനിമ ഒന്ന് കാണാൻ സമ്മതിക്കാതെ ജാതി മേൽക്കോയ്മ ഓടിച്ചു വിട്ടു. ഇന്ന് നോക്കൂ, ഇല്ലാത്ത അല്ലെങ്കിൽ തൻ്റേതല്ലാത്ത ജാതി പേരിനൊപ്പം ചേർത്ത് വില കിട്ടാൻ വേണ്ടി ഓടിച്ചേർക്കുന്ന പെൺതാരങ്ങളെ മലയാള സിനിമയിൽ കാണാം. അങ്ങനൊരു വിഭാഗങ്ങൾ ഉണ്ടായി വരുന്ന ലക്ഷണങ്ങളാണ് ചലച്ചിത്ര ലോകം ഇപ്പോൾ അത്ഭുതത്തോടെ നോക്കുന്നത്. ചരിത്രത്തിൻ്റെ ഒരു വല്ലാത്ത തിരിച്ചടിയാണ്
തിരിച്ചടിക്ക് നമ്മൾ ഉദാഹരിക്കുന്നത് കമലിൻ്റെ സെല്ലുലോയിഡ് എന്ന് പറയുന്ന സിനിമയാണ്. സെല്ലുലോയിഡിൽ പി.കെ. റോസിയുടെ വേഷം അഭിനയിച്ചത് ചാന്ദിനി എന്ന് പറയുന്ന നടിയാണ്. ചാന്ദിനി റിയാലിറ്റി ഷോയിലൊക്കെ വളരെ സമ്മാനിതയായിട്ടുള്ള ഒരു ഗായിക കൂടിയാണ്. അവർ സെല്ലുലോയിഡിൽ പി.കെ. റോസിയുടെ വേഷം അഭിനയിക്കും. അതിനുശേഷം എന്ത് കാരണം എന്നറിഞ്ഞുകൂടാ, അതിനുശേഷം ചാന്ദിനി എന്ന നടിയെ, ആ സ്ത്രീയെ, അഭിനേത്രിയെ മലയാളത്തിലെ ഒരു സിനിമയിലും ഒരു സൈഡ് വേഷത്തിൽ പോലും അല്ലെങ്കിൽ ഉപതാരമായി പോലും നാം കണ്ടിട്ടില്ല. പി.കെ. റോസിയുടെ ജീവിതം സെല്ലുലോയിഡിൽ പകർത്തിയ ആ നായിക ഇല്ലാതെയായി പോയി, കാണാതായി പോയി എന്ന് പറയുന്നത് ചരിത്രം മറ്റൊരു വിധത്തിൽ ഇവിടെ ആവർത്തിക്കുന്നതിനുള്ള ഒരു തെളിവാണ്. സിനിമ ന്യൂ ജനറേഷൻ ആയപ്പോൾ ആദ്യം പ്രധാനപ്പെട്ടത് അമ്മമാരാണെന്ന് ഒരു മുതിർന്ന താരം മുമ്പ് പരാതി പറഞ്ഞു. കുറച്ചു കാലം ഇപ്പോഴിതാ പിന്നാലെ സ്ത്രീകൾ മൊത്തമായി തന്നെ മലയാള സിനിമയിൽ നിന്ന് കുടിയിറക്കപ്പെട്ടിട്ടുണ്ട്. നോക്കൂ, അന്യഭാഷയിൽ ലാപ്പത്ത ലേഡീസും ജയ ബേബിയും ഇറങ്ങുമ്പോഴാണ് മലയാളത്തിൽ ഈ വിപര്യം. മലയാളത്തിൽ 2 താരങ്ങൾ കാൻ ചലച്ചിത്രമേളയിൽ റെഡ് കാർപ്പറ്റിൽ തലയുയർത്തി നിൽക്കുമ്പോൾ മലയാളം അതിൻ്റെ സ്വന്തം മണ്ണിൽ പല നിലയ്ക്കും തല താഴ്ത്തി നിൽക്കുകയാണ്. പായൽ കപാടിയുടെ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് മലയാളത്തിൽ കൂടി സംസാരിക്കുന്ന അന്യഭാഷാ ചിത്രമാണ്. കാലാകാലമായി മലയാള സിനിമ സ്ത്രീകളെ സ്വീകരിക്കുകയും തള്ളിക്കളയുകയും തള്ളിക്കളഞ്ഞു ഒക്കെ കളിച്ച ഒളിച്ചുകളി കുറച്ച് വ്യക്തമായി തന്നെ സ്ത്രീ കഥാപാത്രങ്ങളെ തള്ളിക്കളയുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നേയുള്ളൂ. ഇടയ്ക്ക് പ്രേമലു പോലുള്ള ചിത്രങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്ന പരിചയം വെച്ച് ഈ യാഥാർത്ഥ്യത്തെ നമുക്ക് മറച്ചു പിടിക്കാൻ ആവുകയില്ല. കാലവും ഒരു പക്ഷേ മലയാളം സ്ത്രീകളോട് ചെയ്തിട്ടുള്ളത്, മലയാള സിനിമ സ്ത്രീകളോട് ചെയ്തിട്ടുള്ളത് ഇത് തന്നെയാണ്. വളരെ അത്ഭുതകരമായ ഒരു കാര്യം. ലോകത്തിൻ്റെ തന്നെ മുന്നിൽ മലയാള സിനിമയെ ലജ്ജിപ്പിച്ച ഒന്നാണ് ഈ പറയുന്ന എന്താ പറയുക, ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുക്കുന്നൊരു സംഗതി എന്ന് പറയുന്നത്. അതിൽ നാം വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ഇപ്പോൾ ന്യൂ ജനറേഷൻ എന്ന് പറയാം, എല്ലാ സിനിമകളിലും നമ്മളിപ്പോൾ സംഭവിക്കുന്ന സ്ത്രീകളുടെ ഈ അഭാവത്തിന് എൻ്റെ ഒരു തോന്നൽ ഒരു പ്രതികാര കഥ കൂടി ഉണ്ട് എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ച കൊട്ടേഷൻ ബലാത്സംഗ സംഭവത്തിന് ശേഷം കേരള സമൂഹത്തിൻ്റെ ആകെ പിന്തുണയോടെ ഉണ്ടായി വന്ന പ്രസ്ഥാനമാണ് WCC എന്ന വനിതാ സംഘടന. അവരുയർത്തിയ ചോദ്യങ്ങൾക്ക് വലിയ ജനസമ്മതി ഉണ്ടായി. സർക്കാർ തലത്തിൽ അന്വേഷണമടക്കം സിനിമാ സെറ്റിൽ ഇന്റേണൽ കംപ്ലൈൻറ്റ് കമ്മിറ്റി നിലവിൽ വന്നതടക്കം പുരുഷ മേധാവിത്വത്തിന് ഏറ്റ തിരിച്ചടി സിനിമാ രംഗത്തെ ആകെ അങ്കലാപ്പിലാക്കിയ ഒന്നാണ്. കേരളീയ സമൂഹത്തിൽ എന്ന പോലെ കേരളത്തിലെ മറ്റേത് ഉപസംസ്കാരത്തിലെന്ന പോലെ മലയാള സിനിമയിലും അല്ലെങ്കിൽ മറ്റേത് രംഗത്തും എന്ന പോലെ മലയാള സിനിമയിൽ ഭരിക്കുന്നത് പാട്രിയാർക്കി തന്നെയാണ്. WCC എന്ന സംഘടനയോട് പാട്രിയാർക്കി മറുപടി പറഞ്ഞത് WCCയിൽ പ്രവർത്തിക്കുന്ന താരങ്ങൾ അടക്കമുള്ള മലയാള സിനിമയിലെ നായികമാരെ അകറ്റി നിർത്തിക്കൊണ്ടാണ്. ക്രമേണ തുടങ്ങിയ ഈ അരികുവൽക്കരണം ഒരു പ്രത്യേക ഘട്ടത്തിൽ പ്രത്യക്ഷമായതാണ് ഇപ്പോഴത്തെ ഈ അവസ്ഥ, ഈ അകറ്റി നിർത്തൽ എന്നാണ് തോന്നുന്നത്. സൂപ്പർ താര സിനിമകൾ മുതൽ യുവതാരങ്ങൾ സിനിമകൾ വരെ വ്യാപിച്ച ഈ പ്രവണത സിനിമയെ മാത്രമല്ല നവോത്ഥാന കേരളത്തിൻ്റെ അന്തസ്സിനെ ബാധിക്കുന്ന ഒരു ദുഷ്പ്രവണതയാണ്. ഇതെല്ലാം സംഭവിക്കുന്നത് ശബരിമലയ്ക്കും വനിതാ മതിലിനും ശേഷമാണ്
എന്നുകൂടി എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ എത്രയൊക്കെ ആർജവത്തോടു കൂടി ആത്മാഭിമാനത്തോടു കൂടി സ്ത്രീകൾ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴും പാരമ്പര്യമായി തന്നെ കേരളം ആർജിച്ച പാട്രിയാർക്കി അടക്കി വെച്ചിരിക്കുന്ന സ്ത്രീവിരുദ്ധത എല്ലാ രംഗങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നത് പോലെ സിനിമയിലും പ്രത്യക്ഷപ്പെടുന്നു എന്നതാണ് ഈ ഇടക്കാലത്ത് രൂപപ്പെട്ട വനിതാ താരങ്ങളെ, മികച്ച സ്ത്രീ കഥാപാത്രങ്ങളെ തന്നെ ഒഴിവാക്കിക്കൊണ്ട്, വനിതാ താരങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് മലയാള സിനിമ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വളരെ ഗൗരവമായി കേരളീയ സമൂഹവും കേരളീയ സിനിമാ സമൂഹവും പ്രേക്ഷകരും ആലോചിക്കേണ്ടുന്ന ഒന്നാണ് ഈ ഒരു വിഷയം. ഒരുപക്ഷെ പ്രേക്ഷകർ പോലും ഇത് വേണ്ടത്ര പരിഗണിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഒരു കാലത്തും തന്നെ സ്ത്രീകളുടെ മുന്നേറ്റങ്ങളോട് സഹഭാവവും അനുകൂലമായ ഒരു നിലപാട് കേരളീയ പുരുഷ സമൂഹം പാട്രിയാർക്കി എടുത്തിട്ടില്ല എന്നതുകൂടി കൂട്ടി വായിക്കുമ്പോഴാണ്, എന്നുകൂടി മനസ്സിലാക്കുമ്പോഴാണ് മലയാള സിനിമയിലെ ഈ ഏറ്റവും ജനകീയമായ കലയെന്ന നിലയിൽ മലയാള സിനിമയിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഈ സ്ത്രീവിരുദ്ധമായ നിലപാട്. സ്ത്രീവിരുദ്ധമായ നിലപാട് എന്ന് പറയുമ്പോൾ സ്ത്രീകളെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത്, പൊതുജീവിതത്തിൽ നിന്ന് പൊതുസമൂഹത്തിൽ നിന്ന് സ്ത്രീകളെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് തികച്ചും സ്ത്രീവിരുദ്ധമായ ഒരു നിലപാടില്ല.